ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിലെ ആദ്യത്തെ വിദേശ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് 31 വയസ്സുള്ള സ്പാനിഷ് സ്ട്രൈക്കറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. കോൽദോ ഒബീറ്റ ആൽബ്രഡി എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ നേരത്തെ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ഒരുപാട് ഗോളുകളൊന്നും അവകാശപ്പെടാൻ ഇല്ലാത്ത ഒരു താരമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം നമുക്ക് ട്വിറ്ററിൽ കാണാൻ കഴിയും. ദി ഗിഫ് ഗൈ എന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു ലേഖനം വന്നിട്ടുള്ളത്. അതുപ്രകാരം ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് കേവലം ഗോളടിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ അല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കോൽദോയെ കൊണ്ടുവന്നിട്ടുള്ളത്. മറിച്ച് ഡേവിഡ് കാറ്റില തൻ്റെ പ്രസ്സിംഗ് സിസ്റ്റത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരു താരത്തെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. കോൽദോയുടെ പ്രൊഫൈൽ അത്തരത്തിലുള്ള ഒന്നാണ്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് 31 വയസ്സുള്ള ഈ സ്ട്രൈക്കറുടെ ഉയരം അത് 187 സെന്റിമീറ്റർ ആണ്. അതായത് നല്ല ഉയരമുള്ള ഒരു താരമാണ് ഇദ്ദേഹം. കരിയറിൽ ആകെ 295 പരം മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട്. 50 പരം ഗോളുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. നല്ല ടാക്ടിക്കൽ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു താരമാണ് ഇദ്ദേഹം. ഒരു ഹൈ വോളിയം ഷൂട്ടർ ഒന്നുമല്ല. കാറ്റില ഇദ്ദേഹത്തെ കൊണ്ടുവന്നതിന് പിറകിൽ കൃത്യമായ ഒരു ലക്ഷ്യങ്ങളുണ്ട്. അതായത് 83% ഏരിയൽ ഡുവലുകളും വോൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരമാണ് കോൽദോ. അതായത് വായുവിൽ വളരെയധികം മികവുള്ള ഒരു താരമാണ് ഇദ്ദേഹം. 59% ഇദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ആയി കൊണ്ടുവരുന്നത്. അതായത് കേവലം ഗോളടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ട്രൈക്കർ അല്ല കോൽദോ, മറിച്ച് നന്നായി ഡിഫെൻഡ് ചെയ്യുന്ന, നല്ല രൂപത്തിൽ പ്രസ് ചെയ്യുന്ന ഒരു സ്ട്രൈക്കറാണ് ഇദ്ദേഹം. നല്ല രൂപത്തിൽ ബോൾ ഹോൾഡ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയും. അങ്ങനെ ഒരു പിവോട്ടായി കൊണ്ട് കളിക്കുന്ന ഒരു താരമാണ് കോൽദോ. താരത്തിന്റെ ഷോട്ട് അറ്റംപ്റ്റ് റാങ്ക് കേവലം 2% മാത്രമാണ്. അതായത് ഒരുപാട് ഷോട്ടുകൾ ഉതിർക്കുന്ന താരമല്ല ഇദ്ദേഹം, മറിച്ച് ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ഒരു താരമാണ് ഇദ്ദേഹം. താരത്തിന്റെ റോള് മറ്റുള്ളവർക്ക് സ്പേസും അതുപോലെ തന്നെ അവസരങ്ങളും ഒരുക്കും. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് കോമെ പെപ്ര ഏകദേശം ഇതേ ഒരു രീതിയിലായിരുന്നു കളിച്ചിരുന്നത്. ഏറെക്കുറെ അതേ പ്രൊഫൈൽ ഉള്ള ഒരു സ്ട്രൈക്കറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം പെപ്ര ഇപ്പോൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഗോൾ നേടിയ കണക്കുകളിൽ ഇദ്ദേഹം ഏറെ പിറകിലാണ്. ഇതിന്റെ കാരണവും വ്യക്തമാണ്. നേരത്തെ ഇദ്ദേഹത്തിന്റെ ഒരു ക്ലബ്ബ് തരം താഴ്ത്തൽ ഭീഷണിയിലായിരുന്നു. അന്ന് കൂടുതൽ ഡിഫൻസിലായിരുന്നു ഈ താരം ശ്രദ്ധിച്ചിരുന്നത്. 2021-22 സീസണിലാണ് ഈ താരം തൻ്റെ ഏറ്റവും മികവ് പുലർത്തിയിട്ടുള്ളത്. അതായത് സ്പെയിനിലെ ടയർ 2-വിൽ 7 ഗോളുകളും 5 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ഇദ്ദേഹം. കരിയറിൻ്റെ ഭൂരിഭാഗം സമയവും സ്പെയിനിലാണ് ചിലവഴിച്ചിട്ടുള്ളത്. കൂടാതെ പോളിഷ് ലീഗിലും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ടിപ്പിക്കൽ ISL ഫോർവേഡ് ഒന്നുമല്ല ഇദ്ദേഹം, മറിച്ച് എല്ലാ നിലയിലും ടീമിനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് കോൽദോ. പരിശീലകനായ ഡേവിഡ് കാറ്റില ഈ താരത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് അറിയേണ്ട കാര്യം. അതായത് ഒരുപാട് ഗോളുകളൊന്നും ഈ താരത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല, മറിച്ച് ടീമിനെ നല്ല രൂപത്തിൽ ഇദ്ദേഹം സഹായിക്കും, കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും ഡേവിഡ് കാറ്റില ഏത് രൂപത്തിലുള്ള ഒരു റോളായിരിക്കും ഈ താരത്തിന് നൽകുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.